സംസാരിക്കാൻ സമ്മതിക്കൂല. രാവിലെ എന്നോട് പാലകൾ വന്ന് കയറിക്കോളും. ചേട്ടാ പോവാ. പോവാ. പതുക്കെ. അയ്യേ വണ്ടി പേന കിടക്കുന്നോടത്താണ് വന്ന് നിൽക്കണേ. താങ്ക് യു. ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ശാങ്കളായി. പ്രശ്നം അടുത്ത കണ്ണുകൊട്ടൻ. ഞാൻ സുന്ദരനാ? അത് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്തോ കാണാൻ സുന്ദരനാണെന്ന്. സജി കണ്ണാണാൻ വയ്യാത്ത ആളല്ലേ? വേറെ ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞു കാണും ഇയാള് സുന്ദരനാണെന്ന്. ഞാൻ കണ്ണുപൊട്ടണമൊന്നുമല്ല, ഇവിടുത്തെ ചീഫ് പിയൂണാ. എന്റെ പേരാണ് സുന്ദരൻ. നിങ്ങൾ രണ്ടാളും ഇവിടെ പുതുതായി ജോയിൻ ചെയ്യാൻ വന്നവരല്ലേ? അതെ. ഓഹോ, അപ്പോഴേക്കും അങ്ങ് പരിചയപ്പെട്ടു, കൊഞ്ചി കൊടയിലായി. ഇതെന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? സോറി സാർ. കുട്ടി സാറിനൊന്നും വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചോളൂ. സോറി ചേട്ടാ. പിടിക്കൂ. ഓ, ഇതെന്തിനാ നിക്കറൂരി കൈ പിടിച്ചേക്കണേ? ഇത് ബാഗാ. എന്റെ കൂടെ വരൂ, GM-നെ കാണാൻ സമയമായി. കൊള്ളാം. അപ്പോ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിലാ കോമ്പറ്റീഷൻ അല്ലേ? ഫ്രണ്ട്സോ? അതെ, ഒരേ നാട്, പഠിച്ചത് ഒരേ കോളേജിൽ. അങ്ങനെ ആവുമ്പോ തികച്ചും അൺഫെമിലിയർ ആവില്ലല്ലോ. കോളേജ് വെച്ച് ഞാൻ ഈ കുട്ടിയെ കണ്ടതായി പോലും ഓർക്കുന്നില്ല. പിന്നെ ജൂനിയേഴ്സുമായി ഞാൻ അത്ര മിങ്കിൾ ചെയ്യാറില്ല. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സ് ആണോ പരിചയമില്ലാത്തവരാണോ എന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. ഐ വാണ്ട് കോമ്പറ്റീഷൻ. രണ്ടാളും പരസ്പരം മത്സരിക്കണം. ജോലിക്കെടുത്തതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ അതാണ്. വെൽ, ചീഫ് പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് ചെന്ന് കാണും. ഹി വിൽ ടെൽ യു വാട്ട് ടു ഡു. ഓക്കെ ഓക്കെ. മേ കം ഇൻ സർ? യെസ്. വരൂ. ഇവര് പുതുതായി വന്ന പ്രോഗ്രാം ട്രെയിനികളാ. താൻ പുറത്തേക്ക്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? അല്ല, സാറ് പറഞ്ഞു പുറത്ത് നിൽക്കാൻ. പക്ഷെ ഞങ്ങൾ ആരെ പുറത്തേക്കെന്ന് പറഞ്ഞില്ല. താൻ പുറത്ത് നിന്നാ മതി. ഓ, നിങ്ങളോടല്ല പുറത്തേക്കാൻ പറഞ്ഞത്, സുന്ദരനോടാ. താനവിടെ നിന്നേ. തനിക്കെന്താ കണ്ണിന് വല്ല അസുഖമുണ്ടോ? പിന്നെന്തിനാ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ കോപ്രായം കാണിച്ചോണ്ട് ഇവിടെ വരരുതെന്ന്? സോറി സാർ. നിങ്ങളിരിക്കും. ഓരോരുത്തർക്കും ഇവിടുത്തെ സീനിയർ ക്യാമറമാന്റെ ഒപ്പമായിരിക്കും ട്രെയിനിങ്. പ്രോഗ്രാം നിങ്ങൾക്ക് അവരുടെ നിർദ്ദേശപ്രകാരം കവർ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്വയം അസൈൻമെന്റുകൾ ഉണ്ടാക്കുകയും വേണം. ട്രെയിനിങ് പീരീഡിലെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ആരെ ഇവിടെ പെർമനന്റ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇത് സുന്ദരനെ ഏൽപ്പിച്ചോളൂ. അയാൾ നിങ്ങളുടെ ക്യാമറമാനെ പരിചയപ്പെടുത്തി തരും. താങ്ക് യു സർ. കൊള്ളാം. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്നെ ഉദ്ദേശിച്ചാണോ ചേട്ടാ പറഞ്ഞേ? അല്ല, കുട്ടിയെ ഞാൻ അങ്ങനെ പറയൂ? ഞാൻ ഇയാളെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. മനസ്സിലായില്ല. അല്ല, തനിക്ക് കിട്ടിയ നല്ല ബെസ്റ്റ് ക്യാമറാമാൻ എന്ന് പറയായിരുന്നു ജനാർദ്ദന സാറ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അതെന്താ? വെള്ളം അടിക്കാതെ നോക്കിക്കോണം. അത് പറഞ്ഞ എങ്ങനെയാ ചേട്ടാ? ദാഹിച്ച് വെള്ളം ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അയ്യ, ആ വെള്ളത്തിന്റെ കാര്യമല്ല, മറ്റേ വെള്ളം, മദ്യം. ഓഹോ, പുള്ളിക്കാരൻ അങ്ങനെ എല്ലാ ബ്രാൻഡും കഴിക്കുന്ന ആളല്ല. ഫോർ എക്സാമ്പിൾ, സീസർ, നെപ്പോളിയൻ, ലൂയിസ് 11, ഡോക്ടർ. ചേട്ടാ ഇനി കാര്യം പറ. ഫിറ്റ് ആയി കഴിഞ്ഞ് കണ്ണാടി നോക്കിയാൽ പുള്ളിക്കാരന് തോന്നും താൻ ആ മദ്യത്തിന്റെ ആളാണെന്ന്. ഫോർ എക്സാമ്പിൾ, സീസർ കഴിച്ചാൽ പിന്നെ സീസർ രാജാവാകും. ഡോക്ടേഴ്സ് ബ്രാൻഡ് കഴിച്ചാൽ പിന്നെ ഡോക്ടർ ആവും. ഫിറ്റായി കഴിഞ്ഞാൽ ചിലര് ചിരിക്കും, കരയും, അല്ലെങ്കിൽ വയലന്റാവും. ഇത് പാതിയായിട്ട്. ഇനി എന്തെല്ലാം കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു. കുട്ടി ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഇയാളെ കൊണ്ടുപോയി ജനാർദ്ദന സാറിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാം. ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇതിനകത്ത് ജനാർദ്ദന സാറിന്റെ സാമ്രാജ്യ. ഇനി എല്ലാം തന്റെ കയ്യിലാ. ഇവിടെ തുടരണോ വേണ്ടയോ എന്നത് ഉൾപ്പെടെ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണമല്ല. പിന്നെ
ജനാർദ്ദനൻ സാർ ഒരു പളുങ്കു പാത്രം പോലാ. അത് പൊട്ടാതെ നോക്കിയാൽ തനിക്ക് തന്നെ കൊള്ളാം. ചെല്ലേ. ഈശോയെ, ഐശ്വര്യമായിട്ട് വലുതുകാലം വെച്ച് എന്നെ കയറാം. ആരെങ്കിലും ഒന്നത് പിടിച്ചെഴുന്നേൽപ്പിക്കടാ. അയ്യോ സാർ എന്ത് പറ്റി സാർ? താനാരാ? ഞാൻ ഇപ്പൊ തള്ളി സാറ് വീണില്ലേ? ഓ, തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ പുതിയ പ്രോഗ്രാം ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യാൻ ഓർഡർ. സീനിയർ ക്യാമറമാനെ തള്ളി ട്രെയിനിങ് പുറത്തു പോടാ. അല്ലേ വേണ്ട, നീ ഇവിടെ നിൽക്ക്. റിഹേഴ്സൽ നടക്കട്ടെ. നോക്കാം സാർ. എന്താടി ഇത്ര ഇളിക്കാൻ ഞാൻ ഒറ്റ നോക്കിയേ, തൊപ്പിയും വെച്ചെങ്ങനെ ഞെളിഞ്ഞ് നിക്ക. ഓടാ, നിന്നോട് ഞാൻ എവിടെ നിൽക്കാനാ പറഞ്ഞത്? അവിടെ അവിടെ പോയി നിൽക്കടാ. വണ്ടി തള്ളണേ, വണ്ടി തല്ല. അതല്ല, പെണ്ണുങ്ങളെ കാണണേ അവിടെ പോയി നോക്ക. മനസ്സിലായ? വണ്ടി തള്ളാണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ള പണി മതി. ആ ലൈറ്റ് പോയി നോക്കണോ? ആ ലൈറ്റ് ശരിയാക്കാൻ പറ. ശരി. എന്റെ ഈശ്വര, ആ ലൈറ്റ് അല്ല, ഈ ലൈറ്റ്. ആ ലൈറ്റ് അല്ലേ? ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. നീ അഞ്ഞേ, നിന്നോട് തന്നെയാ. താനെന്താ ഇവിടെ തുള്ളി കളിക്കുക? ഇങ്ങനെയാ ട്രെയിനിങ്ങിന് തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാടാ വെറുതെ സ്ഥലം മെനക്കെടുത്താ ഇവിടെ വന്ന് നിക്കണേ? പുറത്തു പോകൂടെ? പുറത്തു പോകണ്ടെന്ന് സാറല്ലേ നേരത്തെ എന്നോട് ഓ, പറഞ്ഞത്? അപ്പൊ താൻ എനിക്കിട്ട് വീണ്ടും പണിയല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ പെൺകുട്ടികളുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യ്. കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, ജനാർദ്ദനൻ ട്രെയിനികളെ തെരഞ്ഞെടുക്കുമ്പോ റാഗ് ചെയ്തിട്ട് എടുക്കൂ. ഇതെന്താ ആട്ടും തല? പോയി ഡാൻസ് ചെയ്യടാ. റെഡി റെഡി സ്റ്റാർട്ട്. കാത്തിരുന്ന് ബോറടിച്ചോ? ഇരുന്നോളൂ, ഞാൻ കൂട്ടിരിക്കാം. അപ്പൊ കുട്ടിയുടെ കൂടെ വറ്റിലയാണ്. വെറ്റിലയോ? വെറ്റിലയല്ല, വൈറ്റില രാധാകൃഷ്ണൻ. വൈറ്റിലയാണ് കുട്ടിയുടെ ക്യാമറാമാൻ. സൂക്ഷിക്കണം. എന്താ അത്രയ്ക്ക് ഭയങ്കരനാ? ഒരർത്ഥത്തിൽ വെറും വാചകം മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ നാക്കിന് ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ട ആളാ. എങ്ങനെയുണ്ട് സുരേന്ദ്ര എന്റെ പുതിയ ഹെയർ കട്ട്? അടിപൊളി. ഇപ്പോ ഗേൾസിന് എന്നെ കണ്ട ലവ് തോന്നുന്നു? പിന്നെന്താ? അതാ പറഞ്ഞത്, മനസ്സിലായ? ലിപ്സ്റ്റിക്, പെർഫ്യൂം. പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന കുട്ടിയാണ് മായ. ഹലോ ഹലോ. കുട്ടി അവിടെ ഇരുന്നോളൂ. അവിടെ ട്രോളി ഇട്ടല്ലോ. വൈറ്റില സാർ വന്നില്ലേ? ഞങ്ങളും പുള്ളിയെ വെയിറ്റ് ചെയ്തിരിക്കുക. ഷൂട്ടിങ്ങിനാണ് സമയമായി. ഇതാണ് ഈ വൈറ്റില സാറിന്റെ ഒരു കുഴപ്പം. വിമൻസ് കോളേജിലെ 3ാമത്തെ ബെല്ലും അടിച്ചു കഴിഞ്ഞ് പെൺകുട്ടികളെല്ലാം അകത്ത് കയറിയിട്ട് പുള്ളിക്കാരൻ വണ്ടി വിടൂ. കോളേജിന് മുന്നിലുള്ള പുള്ളിയുടെ നിപ്പൊന്ന് കാണണം. ചിമ്പാൻസി കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ. ആരായി ചിമ്പാൻസി? ജനാർദ്ദന സാറിനെ കുറിച്ച് പറഞ്ഞതാ. ഞാൻ ഊഹിച്ചു അയാളെ ചിമ്പാൻസി എന്ന് വിളിച്ച നാണക്കേട് ചിമ്പാൻസിക്ക. ബൈ ദ വേ മിസ് മയൂരി, there are 4 types of chimpanzees, you know. അമേരിക്കൻ, ആഫ്രിക്കൻ, മെഡിറ്ററേനിയൻ, പിന്നെ നാടൻ. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. യുനോ, അവർക്ക് ധൃതിയുണ്ട്, തുടങ്ങാം. അതിനിപ്പോ എന്താ ഡിലേ? ഞാൻ റെഡിയാണ്. യുനോ, ക്യാമറയിലൂടെ കവിത രചിക്കാൻ എന്റെ ഹൃദയം തുടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്കെന്നാ റിഹേഴ്സൽ നോക്കാം. എനിക്ക് എന്തിനാ റിഹേഴ്സൽ? ഐ എം എ വെരി സീനിയർ ക്യാമറാമാൻ. യുനോ, ക്യാമറ 2 little back, ക്യാമറ 1 pan left, ആങ്കറിന്റെ ടൈറ്റ് ക്ലോസ് വെച്ചോളൂ. എന്താ എന്താ പാർട്ടിസിപ്പന്റ് ഇവിടെ ഇരിക്കുന്നത്? കുട്ടി അവിടെ പോയിരിക്കും, പ്ലീസ്. അയ്യോ സാർ. ഓ ഷട്ട് അപ്പ്, ഇടപെടരുത്. കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭയാണെന്ന്. എന്താ ഐറ്റം? ഡാൻസ് ഓർ മ്യൂസിക്? ബൈ ദ വേ, ഞാനൊരു ക്യാമറാമാൻ ആണെങ്കിൽ എനിക്ക് ഡാൻസിലും മ്യൂസിക്കിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ, അതിലൊക്കെ. എന്താ ഇത് ഇവിടെ പ്രോഗ്രാമിന് വന്നതല്ല, പിന്നെ നമ്മുടെ ടിവിയിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞാൻ മായ. കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പാർട്ടിസിപ്പന്റ് അല്ല, ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതായിരിക്കും ഒന്ന്. പിന്നെ എന്തിനാ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് ഇരുത്താൻ പോയത്? Shut up. മായയുടെ കാര്യം GM എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. നൈസ് മീറ്റിംഗ് യു. എന്നാ പിന്നെ തുടങ്ങാം. എന്താ തുടങ്ങാം. എത്തിയോ? കീ മോളിലുണ്ട്. പുതിയ റൂംമേറ്റ് ഉണ്ട് ഗിരിജയ്ക്ക്. ആ മൂശയായിട്ട് മലയാളം ടീച്ചർ പോയപ്പോ ഇത്തിരി സ്വൈരായിട്ട് കഴിയാന്ന് വിചാരിച്ചു തന്നെ. ഇതൊരു പാവം കുട്ടിയാ. അതുപോലെ തന്നെ ആരെങ്കിലും ആണെങ്കിൽ എന്റെ തനി സ്വഭാവം കാണിച്ചു കൊടുക്കും ഞാൻ. എന്താ പേര്? മായ. കല്യാണം കഴിച്ചതാ? അല്ല. എന്നാ കഴിക്കരുത്. 4 പേരുടെ മുമ്പിൽ കൂടി കെട്ടിയൊരുക്കി നടത്താനേ ഇതുങ്ങള് നമ്മളെ ഉപയോഗിക്കും. എന്റെ കഴുത്തിലും കാതിലും ഒന്നും കാണാത്തോണ്ട് താൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നതാണെന്ന്. എന്നാ അങ്ങനെയല്ല.
നല്ല ഒന്നാന്തരം തറവാടാ എന്റേത്. ഒറ്റപ്പാലത്ത്. ആഭരണത്തിലല്ല ആദർശത്തിലാ ഞാൻ വിശ്വസിക്കണേന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുട്ടി വലിക്കോ സിഗരറ്റോ? ഹൈ, ഉറക്കത്തില് കൂർക്കം വലിക്കണ കാര്യാ ചോദിച്ചേ. ഓ ഇല്ല. ആ എന്നാ എനിക്കുണ്ട്. കുട്ടി ഇപ്പൊ ഇവിടെ കയറിക്കൂടിന്ന് വിചാരിച്ച് അതൊന്ന് മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ എനിക്ക്. എവിടെയാ ജോലി? റോയൽ ടിവിയില്. ഓഹോ, TV മീഡിയ. പുരുഷാധിപത്യത്തിന്റെ ജന്മനാടാ അത്. പിന്നൊരു കാര്യം, ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ വെറുതെ ഇരിക്കരുത്. കുട്ടി ഒരു പരാതി എഴുതി കൊടുത്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ എനിക്കിങ്ങനെ വളവളാന്ന് വായിട്ടടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം ബാക്കി.